ഇന്നലെ കുറച്ച് 3 സ്വിഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും വൈറ്റ്, ബ്ലാക്ക് ആൻഡ് റെഡ് ലോ കോസ്റ്റ് EMI നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന 3 തകർപ്പൻ സ്വിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന കളർ കിട്ടിയില്ലെന്ന് വിഷമിച്ച് പോകേണ്ട അവസ്ഥ വരരുത്. വെള്ള, കറുപ്പ്, ചുമല 3 കളറും ഉണ്ട്. ഞാൻ പിന്നെ രാവിലെ കേൾക്കപ്പെട്ടത് ഈ വണ്ടിക്ക് എന്തെങ്കിലും റീപ്ലേസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഉള്ള വണ്ടി നമ്മൾ എടുക്കാറേ ഇല്ല. ലോ കിലോമീറ്റർ അല്ലേ വണ്ടി ഓടിക്കുന്നത്? എല്ലാം 50 താഴെ കിലോമീറ്റർ. അത് 23,000 ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് റെഡ് കാണുന്നത്? അതെ. അത് 2019 VXi. ഇത് 2023 ZXi ഓപ്ഷൻ വണ്ടിയാണ്. 50 താഴെ ഓടിയിട്ടുള്ളൂ. ഇതും 2023 VXi. അതെ. അപ്പം നമുക്ക് ഇതിന്റെ പ്രൈസ് ഒന്ന് തുടക്കത്തിലൊക്കെ പറഞ്ഞേക്കാം അല്ലെ? പ്രൈസ് വരുമ്പം അത് 2019 വണ്ടി 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് ഒരു 525 ലാസ്റ്റ് കൊടുക്കാം. ഏത് വേരിയന്റാണ് ഇത്? 2019 VXi. വെറും 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 4 സിലിണ്ടർ ആണല്ലോ വണ്ടി അല്ലേ? വണ്ടി 4 സിലിണ്ടർ ആണ്. ഇപ്പൊ മാർക്കറ്റിൽ 3 സിലിണ്ടർ വണ്ടി മാത്രമേ പുതിയതുള്ളൂ. അത് കാരണം 4 സിലിണ്ടർ വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതെ. അതൊക്കെ നമുക്ക് ന്യായമായിട്ട് ചെയ്ത് കൊടുക്കാം. 5.25 ലാസ്റ്റ് കിട്ടിയാലേ നമ്മൾ കൊടുക്കുള്ളൂ. എന്നാലും നിങ്ങളുടെ കേസ് കിട്ടായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാം. നെക്സ്റ്റ് അടുത്ത വണ്ടിയിലോട്ട് പോവാം. ഇത് 2023 വണ്ടിയാണ്. 23 ZXi ഓപ്ഷൻ വണ്ടിയാണ്. അലോയിലെ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഇത് നമുക്കൊരു 6.5 ഫൈനൽ കൊടുത്തേക്കാം. പ്രത്യേകത ഈ വണ്ടികൾക്കൊന്നും ആക്സിഡന്റോ റിപ്ലേസോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അടുത്ത വണ്ടിയിലോട്ട് പോവാം. ഇതും 2023 VXi വണ്ടിയാണ്. അത് നമുക്ക് 6.5 ലാസ്റ്റ് കൊടുക്കാം. ഇതിന്റെ ഫംഗ്ഷൻസിനെ പറ്റി പറയാനാണെങ്കിൽ അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. പിന്നെ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ്. പിന്നെ നമുക്ക് സീറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഒരു മനോഹരമായ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. പിന്നെ ഇന്റീരിയർ ഒക്കെ നിങ്ങൾക്ക് കാണാം, എല്ലാം ക്ലീൻ ആണ്. ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് അലോയ് വീൽസ് കമ്പനി തന്നെ ഇൻബിൽഡ് വരുന്നതാണ്. പിന്നെ കീലെസ് എൻട്രി ഫംഗ്ഷൻസ് ഉള്ളതാണ്. നമുക്ക് ഈ സ്വിച്ച് കഴിഞ്ഞാൽ കീ അകത്തോട്ട് കയറാവുന്നതാണ്. പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പിന്നെ ഒരു ടച്ച് സ്ക്രീൻ സെറ്റ് ഇവിടെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. ഇവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. പിന്നെ ഒരു മനോഹരമായ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. ടച്ച് സ്ക്രീൻ ആണ്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ നമുക്ക് മ്യൂസിക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മുമ്പേ കണ്ട വൈറ്റ് കാറിന്റെ സെയിം ഫീച്ചേഴ്സ് ആണ് വരുന്ന VXi ആയതുകൊണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പിന്നെ സ്റ്റിയറിംഗ് ഇതിന്റെ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇതിന് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം ഇതിന് വരുന്നുണ്ട്. കിലോമീറ്റർ ഇതിനകത്ത് വിസിബിൾ ആണ്. 27,000 ആണ് ഞാൻ പറഞ്ഞ പോലെ ഓടിയേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇതാണ്. ടച്ച് സ്ക്രീൻ സെറ്റ് ആണ്. ഇതിനകത്ത് അത്യാവശ്യം നിങ്ങൾക്ക് യൂട്യൂബ് ഒക്കെ കണ്ട് ഇരിക്കാവുന്നതാണ്. നമുക്കിതിന് 6 months ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്കുള്ള ചെറിയ ഡിസ്കൗണ്ടും കൂടെ കൊടുക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.